ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈൻ കാണിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ്. ഞാൻ 2 കിലോയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ റെസിപ്പി തന്നെയാണ് ഇതും. അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇത് ഈ ബോർഡിലേക്ക് കണക്കാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ കേക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് മോൾഡിൽ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്കൂളിലേക്ക് ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പേരെഴുതിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിത് കഴിയുന്നിടത്തോളം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ചുറ്റുഭാഗവും കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ നോസിൽ വെച്ചിട്ട് ഞാൻ ഒരു ഡെക്കറേഷനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സാധാ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസ് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടില്ല. അത് ഞാൻ ആദ്യം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അത് കണ്ട് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക.